മത്തി ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളതല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുമത്തി. ഞാനത് ഏത് രീതിയിലുണ്ടാക്കിയാലും നിറയെ കഴിക്കും. ഇന്നിപ്പം ഞാൻ ദാ നമ്മുടെ വൈറൽ ഫിഷ് ഫ്രൈ ഉണ്ടല്ലോ, അതൊന്ന് ഉണ്ടാക്കി നോക്കാൻ പോവാണേ. വെറുതെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് ഓണാക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നവരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് വെളുത്തുള്ളി ചതച്ചതും പിന്നെ ദാ ഉള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ദാ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുക്കുന്നുണ്ടേ. ആ പുളി വെള്ളത്തിലിട്ട് അതിൻ്റെ നീര് ദാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, മറന്നു പോവല്ലേ. ഇനി ആ മസാലയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ മത്തിയെല്ലാം നന്നായിട്ടൊന്ന് മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ദാ കുറച്ച് കറിവേപ്പില ദാ ഇതുപോലെ ഒന്ന് തൂകി കൊടുക്കണേ. എന്നാൽ അതിൻ്റെ ആ മണമൊക്കെ ഇങ്ങ് വരുള്ളൂ. ഇനി നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നതാ ഇതുപോലൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചു ഇട്ട് വരുമ്പോൾ ദാ ഈ ഒരു പരുവത്തിലേക്ക് കിട്ടും കേട്ടോ. ഇനി ഒട്ടും വെച്ച് താമസിപ്പിക്കേണ്ട, ഓടിപ്പോയി ഒരു വാഴയില അങ്ങ് വെട്ടിയെടുക്കുക. അത് അതിലേക്ക് നമ്മുടെ മത്തി ഒന്ന് സെർവ് ചെയ്യുക കേട്ടോ. എൻ്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഒരു കലം ചോറ് വേണമെങ്കിലും ദാ ഇത് കൂട്ടി നമുക്ക് കഴിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.